ഇതുണ്ട്, പല വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. മീൻ മലയാളി കള്ളിഷാപ്പ് വരെ ചേർന്ന ഇത് കണ്ടോ, അകത്തോട്ട് നോക്കിയാൽ വെടിക്കെട്ട് സംഭവം. ഇവിടെ തന്നെ ഫ്രൂട്ട്സിന്റെ വെറൈറ്റികളാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ എവിടെയാണ്? നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂരാണ്. പുത്തൂര് കല്യാണത്തിന് വന്നാണ്. 108 കറികളും ഷാപ്പ് വരെയുള്ള ഒരു കല്യാണം. 108 കറികളും ഷാപ്പ് വരെ ഉണ്ട്. നമുക്ക് കാണാതെ എല്ലാം കാണാം, കറികളൊക്കെ കാണാം. തീർച്ചയായിട്ടും. അത് മാത്രമല്ല അതിന്റെ അലങ്കാരങ്ങൾ തന്നെ വളരെ വെടിക്കെട്ടാണ്. നമ്മൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ നമ്മളെ ആനയിക്കാൻ നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. ഇത് കഴിഞ്ഞാൽ കണ്ടോ, ശ്രീരംഗം ഈവന്റ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലാണ്. മാത്രമല്ല വളരെ കുറച്ച് സ്ഥലത്ത് സൂപ്പറായിട്ട് നമ്മുടെ തനതായിട്ടുള്ള രീതിയിൽ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇത് വെടിക്കെട്ടാണ്. ഇതാണ് വളരെ സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 90% ഒറിജിനൽ ഫ്ലവറുകളും അതിന്റെ ഇലകളും മാത്രമാണ്. പിന്നെ നമ്മുടെ മ്യൂസിക് ചെയ്യുന്ന നല്ല അടിപൊളി ചേട്ടന്മാര്, അവരെ ലൈവായിട്ട് തന്നെ ചെയ്യുവാണ്. നല്ല കലാകാരന്മാരാണ്. ഫസ്റ്റ് വന്നാൽ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, പല വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. പല വെറൈറ്റി ജ്യൂസ് ഇഷ്ടമുള്ള വെറൈറ്റി നമുക്ക് എടുക്കാം. നമുക്ക് ഇങ്ങനെ എടുത്ത് ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നല്ലേ? റൊട്ടേറ്റ് തന്നെ വരും. അപ്പോൾ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് ചായക്കടയാണ്, നാടൻ ചായക്കട. അപ്പം നാടൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലൈവായിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചായക്കട, അതുപോലെ തന്നെ നമുക്ക് കട്ടൻ ചായയൊക്കെ കുടിക്കാൻ പറ്റും. ഇപ്പുറത്തെ വശത്തേക്ക് കുട്ടികളെയൊക്കെ ആകർഷിക്കാനായിട്ട് ചോക്ലേറ്റ് ഉണ്ട്. ആവശ്യത്തിന് അതെല്ലാം തുടങ്ങിയതേ ഉള്ളൂ. പോപ്കോൺ ഉണ്ട്, അതും അതുപോലെ തന്നെ കഴിച്ചിട്ട് പോകാൻ പറ്റും. ഇത് കണ്ടോ, അകത്തോട്ട് നോക്കിയാൽ വെടിക്കെട്ട് സംഭവം അതൊക്കെ പറയാം. അതിനപ്പുറം ഇത് ഫ്ലേവർ ടീ ആണ്. പല വെറൈറ്റി ഉണ്ട്. 2, 4, 5 വെറൈറ്റി ഉണ്ട്. 5 വെറൈറ്റി വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമുക്ക് തരും. അത് ഇഷ്ടമുള്ളവർക്ക് അതേ സെലക്ട് ചെയ്ത് കഴിക്കാം. നമുക്ക് ഇതൊന്ന് ശംഖുപുഷ്പം. ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ് ശംഖുപുഷ്പം. നമുക്കൊന്ന് കഴിച്ചു. അതിന്റെ ഒരു ടീ ആണല്ലേ? മതി. ഇതൊക്കെ എന്താ ചേട്ടാ? ലെമൺ, ജിഞ്ചർ, മിന്റ്, പുതിന, മിന്റ്. ഇത് മസാല ടീ. അങ്ങനെ ഒരു 4-5 വെറൈറ്റി ടീ തന്നെ ഉണ്ട്. ഇതൊന്ന് കുടിച്ചു നോക്കാം. ശംഖുപുഷ്പമാണ് സന്തോഷം കുടിക്കുന്നത്. കളറൊന്നും അല്ല, ഒറിജിനൽ ശംഖുപുഷ്പം തന്നെ അത് തന്നെയാണ്. ഇനി സൂപ്പറാണ് ഇത്. ശരിക്കും പച്ചക്കറിയും മറ്റു സാധനങ്ങളും ഒക്കെ നമുക്ക് അല്ലെ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനുള്ളതാണ്. ഇത് വളരെ വെടിക്കെട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് 2-2:30 വരെ അവർ 2 പേരിരുന്ന് നമ്മുടെ ചെറുക്കനും പെണ്ണും ഉണ്ട്. അതുപോലെ തന്നെ CNC മെഷീനിൽ വെട്ടുന്നതിനെക്കാട്ടി നല്ല സൂപ്പറായിട്ട് തന്നെ നൈഫ് കൊണ്ട് വെട്ടിയെടുത്താണ്. ഇതിന്റെയൊക്കെ ഫ്ലവർ ഒക്കെ ഉണ്ടോ? ഈ ഫ്ലവറിന്റെയൊക്കെ ഓരോ സൈഡും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വല്ല ചൈനയിൽ നിന്ന് വല്ല വന്ന ഫ്ലവർ വാങ്ങിച്ചാണ്. പക്ഷെ ഒരിക്കലും വല്ല തണ്ണിമത്തനി ചെയ്ത് വെച്ചേക്കുന്നതാണ്. കോഴിയെ ഏകദേശം ഒരു 10ഓളം സാധനങ്ങൾ വെച്ചാണ്. ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റും, അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ട്. ഇനി അടുത്തത് നമ്മുടെ ലൈവായിട്ടുള്ള അപ്പമാണ്. അതിനെല്ലാം സെറ്റ് നടന്നുകൊണ്ടിരിക്കുക. തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഇവിടെ തൊട്ട് നമ്മുടെ പരിപാടി ആരംഭിക്കുവാണ്. നമ്മുടെ കപ്പ, നാടൻ കപ്പ, അതിന്റെ മീൻകറി, കപ്പ മീൻകറി. അതുപോലെ തന്നെ അടുത്തത് പൊറോട്ട. ഈ പാത്രത്തിൽ ചൂട് അങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ചൂട് അതുപോലെ നിൽക്കും. അതേ രീതിയിലുള്ള പാത്രമാണ്. ഇത് നമ്മുടെ അരിപ്പത്തിരി. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ അപ്പം അവിടെ ഉണ്ടാക്കിയ അപ്പം തന്നെ ഇവിടെ തന്നെ. പിന്നെ അടുത്തത് പോത്ത് റോസ്റ്റ് ആണ്. പിന്നെ എല്ലായിടത്തും പേര് ബീഫ് ചില്ലിയാണ്. പിന്നെ ബോർഡുണ്ട്. ഇത് നമ്മുടെ റൈസാണ്. അതുപോലെ അടുത്ത ഇതെന്താണ്? ഫ്രൈഡ് റൈസ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ഒരു സംഭവമാണ്. ഇത് തലശ്ശേരി ബിരിയാണി. ഇത് കണ്ടോ, തലശ്ശേരി ബിരിയാണി. അത് തലശ്ശേരിയിൽ തന്നെ അവരെ കൊണ്ടുവന്നാണ്. ഇത് പൊട്ടിച്ചപ്പോ കുങ്കുമപ്പൂ ഒക്കെ ഇട്ടാണ് പൊട്ടിച്ചത്. അവരിവിടെ വന്ന് ചെയ്തു. ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി ഉണ്ട്. അടുത്തത് ചിക്കൻ പെരട്ടുണ്ട്. ചിക്കൻ പെരട്ടാണിത്. ചിക്കൻ പെരട്ട്. അതുപോലെ തന്നെ ചില്ലി ചിക്കനാണ്. ചിക്കന്റെ ഐറ്റം മൊത്തം ഇവിടെ അല്ലേ? പൊരിച്ച കോഴിന്റെ മണം എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കൊണ്ടാട്ടം എല്ലാം വെറൈറ്റി ആണ്. ചിക്കൻ ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ? വെറൈറ്റി ഉണ്ട്. ചിക്കൻ കുറുമയാണ്. ഇത് ലിവർ ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ ജിഞ്ചർ ചിക്കൻ ചിക്കന്റെ തന്നെ ഒരു വെറൈറ്റിയാണ് തന്നെ ഈ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും കണ്ടു തീരത്തില്ല, കഴിച്ചു തീരത്തില്ല. അതേപോലെ തന്നെ ഉണ്ട് ഗാർലിക് ചിക്കൻ. എല്ലാ പേര് മാത്രമല്ല, അതിന്റേതായ ടേസ്റ്റും ഉണ്ട്. അതെ. ഇത് മട്ടൻ കുറുമ.
ഇത് പനീർ മട്ടർ മസാല. പനീർ ബട്ടർ മസാല, വെജ് നവരത്ന കുറുമ. പ്രത്യേകത ഉണ്ട്. ഇതാരും ചെയ്യുന്ന പരിപാടിയല്ല, ഇത് കാശ്മീരിന്റെ ഫുഡാണ്. കാശ്മീരിന്റെ ഫുഡാണ്. നവരത്ന കുറുമ കാശ്മീരിന്റെ ഫുഡാണ്. ഇവിടെ ഉണ്ടാക്കി ഒരുപാട് ചില്ലി പൊട്ടാറ്റോ. ചില്ലി പൊട്ടാറ്റോ. ചില്ലി പൊട്ടാറ്റോ ആണ് കാണുന്നത്. അടുത്തത് ചില്ലി ഗോബി. ഗോബി മഞ്ചൂരി. ഞണ്ട് റോസ്റ്റ്. നമ്മുടെ കേരളത്തിലെ തനതായിട്ടുള്ള സൂപ്പർ സാധനമാണ് ഞണ്ട് റോസ്റ്റ്. നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് പറയുന്നുണ്ടോ. നമ്മുടെ നാടൻ വെറൈറ്റി ആയിട്ടുള്ള കാച്ചിലി. കാച്ചിലി. ഇത് ചീനി കപ്പ പുഴുങ്ങിയത്. അടിപൊളി. കപ്പ നമ്മൾ ആദ്യം തന്നെ നമ്മള് കപ്പ വേവിച്ചതുണ്ട്, ഇപ്പം പുഴുങ്ങിയതുണ്ട്. അതുപോലെ തന്നെ ഇത് പഴം പുഴുങ്ങിയത്. കൂടാതെ ഏത് രീതിയിലുള്ള ആൾക്കാർ വന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും. അതിന്റെ പ്രത്യേകത. അടുത്തത് നമ്മുടെ മത്തി വറുത്തത്. ചാള വറുത്തത്. നമ്മുടെ നാടൻ ചാള വറുത്തത്. പുഴുക്കിന്റെ ചമ്മന്തിയാണ്. അടുത്ത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദോശ. നാടൻ നമ്മുടെ തട്ട് ദോശ. അതിന്റെ ചമ്മന്തി. പിന്നെ അൽഫാം. സന്തോഷേട്ടാ, ഇതെന്താണ്? കള്ള് ഷാപ്പാണോ? കള്ള് ഷാപ്പ് വരെ ചേർന്ന ഒരു കല്യാണമാണ് നമ്മൾ കാണുന്നത്. ഷാപ്പ് കറികൾ. പക്ഷെ കള്ളില്ല കേട്ടോ. കറികൾ മാത്രം. ഇത് കണ്ടോ, കക്കാത്തോരൻ നല്ല വെട്ടിച്ചിലായിട്ടുണ്ട്. അതുപോലെ നല്ല ഇത് കണ്ടോ, നെത്തോലിപ്പീര. ഇതൊക്കെ നാവിൽ തന്നെ അന്നേരം തന്നെ ഇത് വരും. കൊഴുവ ഫ്രൈ ഉണ്ട്. ഇതാ ഇത് കണ്ടോ, ആറ്റുമീനാണ്. ആറ്റുമീൻ വറുത്തത്. ഇവിടെ കണ്ടോ, ഇനിയിപ്പം അടുത്തത് കണ്ടോ, നെത്തോലി ഫ്രൈ. എല്ലാ സംഭവം ഉണ്ട്. ഇത് കണ്ടോ, ലൈവായിട്ട് തന്നെ അൽഫാം ഇവിടെ തന്നെ റെഡി ആയി കൊടുക്കുന്നുണ്ട്. ലൈവായിട്ട് തന്നെ അൽഫാം ഉണ്ട്. പിന്നെ ചട്ടിയിലൊക്കെ ഇതൊക്കെ തലക്കറി ഉണ്ട്. കള്ള് ഷാപ്പില് അതേ രീതിയിലുള്ള കറിയാണ് തലക്കറി. മുളകിട്ടത് വരാല് കറി. അതുപോലെ തന്നെ പൂരി കറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻകറി നമ്മള് സാധാരണ. അതും ഇതെല്ലാം ഷാപ്പ് കറികളാണ്. ഇതെല്ലാം ഷാപ്പ്. ഇത്രയും മുളകൊക്കെ അല്ലേ. മീൻ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കറി വെക്കുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. ചെമ്മീൻ മസാലയുണ്ട്. അതുപോലെ തന്നെ മത്തിക്കറി. മത്തി ഇല്ലാത്ത മത്തി കഴിക്കാത്ത മലയാളികളില്ല. അപ്പൊ മത്തിക്കറി, കണവ മസാലയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഷാപ്പ് രീതിയിലുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവർക്കും കഴിക്കേണ്ട ആ ഒരു സാധനമാണ്. ഫ്രൂട്ട്സ് എല്ലാ വെറൈറ്റിയും തന്നെ ഉണ്ട്. അത് തന്നെ 2-3 തന്നെ ടേബിളിൽ തന്നെ ഫ്രൂട്ട്സിന്റെ വെറൈറ്റികളാണ്. ഇത് ചുണ്ടൽ മസാല എന്ന് പറഞ്ഞ സാധനം. ഇത് കാസർഗോഡ് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറ്. ഇത് നമ്മുടെ സാധാരണ സഞ്ജീവനി ഫാമിലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വെറൈറ്റി പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ഒക്കെ അത് ചെയ്ത ആളാണ് ധനേഷ് എന്ന് പറയും. എൻ്റെ മാമനാണ്. ഇദ്ദേഹം പല വെറൈറ്റി ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു പഞ്ചാമൃതം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വൈറലായൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു 108ഓളം ഐറ്റങ്ങളാണ് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാമ എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം? വെജ് നോൺ വെജ് തന്നെ 80ഓളം ഐറ്റം ഉണ്ട്. പിന്നെ മറ്റ് സ്നാക്സ് എല്ലാം ചെയ്ത് 108ൽ കൂടുതലുണ്ട്. അത്ര നമ്മൾ എണ്ണില്ല. 100 കൂടുതൽ എന്തായാലും 100-108ൽ കൂടുതലായിട്ട് എന്തായാലും ഉണ്ട്. എല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഞണ്ട്, കക്ക, കൊഞ്ച്, കണവ, കല്ലുമേക്ക. ഇതാരും ചെയ്യാത്ത പരിപാടിയാണ് കല്ലുമേക്ക. അങ്ങനെ കുറേ വെറൈറ്റി മീൻ തന്നെ. പുഴമീനുണ്ട്, കായൽ മീനുണ്ട്, പുഴമീനുണ്ട്, കായൽ ഞണ്ടുണ്ട്. പിന്നെ പുഴമീൻ അടിച്ചാൽ കൂരിക്കറിയുണ്ട്. പ്രത്യേകം കൂരിക്കറിയുണ്ട്. പിന്നെ മാലയുണ്ട്, മാലയുണ്ട്. പിന്നെ ആറ്റുമീൻ, വരാല്, പ്രത്യേകം വരാല് ഫ്രൈ ഉണ്ട്, വരാല് കറിയുണ്ട്. ജീവനോട് ലൈവോട് വരാലുണ്ട്. അങ്ങനെ ഒരു ആറ്റുമീൻ. നാട്ടിൽ എന്തൊക്കെ മീനുണ്ടോ അതെല്ലാം ഞങ്ങൾ ബിരിയാണി വെറൈറ്റി യഥാർത്ഥ തലശ്ശേരിക്കാരുടെ ബിരിയാണി. തലശ്ശേരിക്കാർ അത് പൊട്ടിക്കുമ്പോൾ ഒരു കുങ്കുമ പുട്ടാണ് പൊട്ടിക്കുന്നത്.